അമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ചിക്കൻ കറിയുടെ രുചി ബാച്ചിലേഴ്സിന് കിട്ടുന്നതിന് വേണ്ടി നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് നെയ്യും കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നത്. അപ്പം പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്തത് ഹോൾ സ്പൈസസ് ആണ്. ഹോൾ സ്പൈസസിലുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴട്ടുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. 2 സവാള ട്രാൻസ്പെരൻ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള ഒന്ന് വഴണ്ടതിന് ശേഷം 3-4 മിനിറ്റ് സവാള ഒന്ന് വഴട്ടുക. അതിന് ശേഷം നമ്മൾ 3 പച്ചമുളക് നെടുക പിളർന്നത് ഇട്ട് കൊടുത്ത് അത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലതായിട്ട് ചതച്ചത് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ട്രാൻസ്പെരൻ്റായി നമ്മുടെ സവാളയും കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴണ്ടു പോകണ്ട. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടിയും 1.5 സ്പൂണ് മുളക് പൊടിയും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം സ്വല്പം കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ ഒക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കുക. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മസാലയും സവാളയും എല്ലാം നല്ലതായിട്ടൊന്ന് വെന്ത് വരും. മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്കും ഇതെല്ലാം നല്ലതായിട്ട് വെന്ത് വരും. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിന് ടേസ്റ്റ് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ നെയ്യുടെ സ്വാദൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് കൂട്ടും. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നത് കൊണ്ട് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനി നമുക്ക് ചിക്കൻ ചെറുതായി അരിഞ്ഞത് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതായി അരിയണ്ട, ഒരു മീഡിയം ഒക്കെ സൈസിൽ അരിഞ്ഞതാണ്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ലതായിട്ടൊന്ന് പിടിച്ചു വരും. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനകത്തിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതായിട്ട് വെന്ത് വരും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20-25 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ചിക്കനകത്തിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി നല്ല ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഗ്രേവി കൂടുതൽ ചാറ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളമാണ് പിന്നീട് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനകത്തിലെ വെള്ളം തന്നെയാണ്. അപ്പം നമ്മളൊരു 25 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ നല്ലതായിട്ട് വെന്ത് വരും. ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്ത ഹോൾ സ്പൈസസിലെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേ ലീഫ്, ഇതൊക്കെ നമ്മളങ്ങ് എടുത്ത് കളയുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലതായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം അങ്ങ് എടുത്ത് കളയാം. അല്ലെങ്കിൽ നമ്മൾ വിളമ്പുമ്പോൾ ഈ ചിക്കനകത്തിൽ ഇതൊക്കെ കടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹോൾ സ്പൈസസ് നമ്മളങ്ങ് എടുത്ത് കളയുന്നത്. ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിനകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ നമ്മളിതെല്ലാം അങ്ങ് പറക്കി കളയുകയാണ്. ഈ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ട്. നെയ്യാണ് ഇതിനെ ടേസ്റ്റ് കൂടുതൽ കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.